Good morning, everyone. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Yeah, good morning. Okay, now start ചെയ്യാം. Good morning, ma'am. Yeah, morning. Okay, so class start ചെയ്യാം ട്ടോ with prayer, Dr. Sire and Sahil. Okay, prayer. Heavenly Father, we come to you today in prayer, asking for your guidance and wisdom as we began this online class. Help us to stay focused and attentive as we learn and grow together. Give us the strength to stay motivated and the courage to ask questions when needed. We thank you for the opportunity to learn and grow in knowledge. May our minds be open to new ideas and our hearts be filled with understanding in Jesus' name. Amen. Thank you. Have a nice day. Okay, then Good morning, ma'am. Sign in. Good morning, everyone. I hope you are all doing well. I would to warmly welcome you to our online class. It's great to have you here, and I am excited for the learning journey we'll be taking together. Even though we are not in the same room, technology gives us the amazing opportunity to stay connected, learn, and grow together from wherever we are. Let's make the most of our time, participate actively, and support one another throughout this session. Let's get started with a positive attitude and open minds. Welcome once again, ma'am, and all my dear friends. Let's have a great class. Thank you. This is the signing of Amita. Good morning, ma'am. Good morning, everyone. Today's thought. Every day is a fresh start. Wake up with a positive mind and a grateful heart. ഓരോ ദിവസവും ഒരു പുതുതായുള്ള തുടക്കമാണ്. ഉണരുമ്പോൾ നന്മയുള്ള ചിന്തകളും നന്ദിയുള്ള മനസ്സും ഉണ്ടെങ്കിൽ ആ ദിവസം സന്തോഷവും വിജയകരവുമാകും. താങ്ക് യു, മാം. okay, yeah. So, then how are you all? Fine. Fine, ma'am. Good, ma'am. What about you, ma'am? Yeah, I'm always good. I'm always good. Yeah. Good ആണെങ്കിലും I'm not feeling well. Okay. Then നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഏതായിരുന്നു adjective adverb കംപ്ലീറ്റ് ചെയ്തോ? നമ്മൾ adjectiveന്റെ mock test ഇട്ടല്ലോ. മോക്ക് ടെസ്റ്റ് ഇട്ടിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെയാണ്? കുഴപ്പമില്ലായിരുന്നു. ഓക്കെ മാം. ഓക്കെ, കുഴപ്പമില്ലായിരുന്നു. നമ്മൾ adverb സ്റ്റാർട്ട് ചെയ്തു അല്ലേ? സ്റ്റാർട്ട് ചെയ്തോ? ജസ്റ്റ് ഞാൻ പറഞ്ഞോ? No, ma'am. ഇല്ല പറഞ്ഞില്ല. പറയുന്നില്ല. ഓക്കെ, adjective കംപ്ലീറ്റ് ആയി. adjective കഴിഞ്ഞിട്ട് നമുക്ക് noun and noun phrase, noun clause ഒക്കെയാണ്. അതൊരു ചാപ്റ്റർ 27. പക്ഷെ നമുക്കത് എക്സാമിന് അത് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ എടുക്കണോ? എന്ത് ചെയ്യണം? കൂടുതൽ കാര്യങ്ങൾ അറിയാലോ. കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഓക്കെ, നമുക്ക് എടുക്കാം. കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും കേട്ടോ ഇതെടുക്കുമ്പോ. വേറെ ഒന്നും മറന്നു കളയരുത്. ഓക്കെ, എന്നാ വേണ്ട മാം. കാരണം ഞാൻ ലാസ്റ്റ് എടുത്താ മതിയോ? ഈ പോർഷൻ ലാസ്റ്റ് എടുത്താ മതിയോ ഈ ചാപ്റ്റർ? ഈ പോർഷൻ ലാസ്റ്റ് എടുക്കണമെങ്കിൽ എടുക്കാം. എന്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നതാണ്. ഞാൻ ഈ ചാപ്റ്റർ എടുത്ത എല്ലാ ക്ലാസ്സിലും ഇതുവരെയും ഇതിന് ഡൗട്ട് മാറിയിട്ടില്ല. എന്നാ വേണ്ട മാം. എന്താന്ന് വെച്ചാൽ ഇത് നൗൺ ആണ്. ഞാൻ എന്താണ് നൗണിനെ കുറിച്ച് പറയാൻ എളുപ്പമാണ്, പറയാം. പക്ഷെ മനസ്സിലാക്കാന്ന് വെച്ചാൽ അഡ്ജക്റ്റീവ് നൗണിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ? അഡ്ജക്റ്റീവിലും നൗൺ പ്രോനൗണിനാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ ചാപ്റ്റർ നൗണിനെയാണ്. പക്ഷെ രണ്ടും രണ്ട് രീതിയിലാണ്. കാരണം നിങ്ങൾ അഡ്ജക്റ്റീവ് ഓൾറെഡി നൗണിൽ വെച്ച് പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഈ ഡയറക്റ്റീവ് നൗൺ വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. മനസ്സിലായോ?
അപ്പോ അങ്ങനെയാണ് പൊതുവെ ഞാൻ കണ്ടത്. എല്ലാ ക്ലാസ്സിലും ഞാൻ എടുത്തിട്ടുണ്ട്, മിക്ക ക്ലാസ്സിലും ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് എനിക്ക് ഇപ്പൊ നിങ്ങൾ 13th ബാച്ച് അല്ലേ, 5, 6, 7, 8 ഇത്രയും ക്ലാസ്സിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോ ഇതുവരെയും അവരെ ഡൗട്ട് ഇതുവരെയും തീർന്നിട്ടില്ല. ലാസ്റ്റ് ദിവസം ഒന്നുകൂടെ നോക്കാന്നൊക്കെ പറഞ്ഞു വിളിച്ചേക്കാം. 5, 6, 7 ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ അവർക്കൊന്നും ഈ ചാപ്റ്റർ എക്സാമിനെ കുറിച്ച് ഇതുവരെയും വന്നിട്ടില്ല. കാരണം ഇപ്പോ അഡ്ജക്റ്റീവും ആഡ്വർബും അറിഞ്ഞിരിക്കാൻ നല്ലതാണ് കേട്ടോ. നമുക്ക് എല്ലാം പഠിക്കുകയാണല്ലോ, ഗ്രാമർ എല്ലാം പഠിക്കണം, കൂടുതൽ അറിയാം. പക്ഷെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇതൊന്നും നമ്മൾ അധികം യൂസ് ചെയ്യുന്നില്ല. പഠിപ്പിക്കുമ്പോൾ ഇതൊക്കെ വേണം. നമ്മൾ ആസ് എ ടീച്ചറാണ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യം കൂടിയാണ്. പക്ഷെ നമ്മൾ കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമ്പോൾ ഇതൊന്നും നമുക്ക് ആവശ്യം കൂടിയില്ല. ഇപ്പോ നമ്മൾ മാത്സിൽ പണ്ടൊക്കെ പറയുന്നില്ലേ സാധു അല്ലെ, ഇതൊക്കെ പഠിക്കുന്നത് എന്തിനാണ് എന്നൊക്കെ ചോദിച്ചത്. അത് പിന്നീട് എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ അല്ലെ? പറയുകയാണെങ്കിൽ ഇല്ല എന്ന് പറയണം. അതുപോലൊക്കെ തന്നെയാണ് ഇംഗ്ലീഷിൽ കുറച്ച് കാര്യങ്ങൾ ഉപകരിക്കാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെയുണ്ട്. അതിന്റെ എക്സാം വൈസ് പഠിക്കുകയാണെങ്കിൽ PSC പിന്നെ നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിൽ തന്നെ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട ആവശ്യം കൂടെയാണ്. പിന്നെ നിങ്ങൾ പഠിപ്പിക്കാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞു തന്ന അറിവുകൾ വെച്ച് മാത്രം നിങ്ങൾ ഒരിക്കലും പഠിപ്പിക്കാൻ പോകരുത്. ഈ പ്രത്യേകം നിങ്ങളോട് പറയാവുന്ന കാര്യമാണ്. കാരണം ഞാൻ നിങ്ങളെയാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം, നിങ്ങളെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പൊ എനിക്ക് അത്രയും കുറച്ച് എക്സാമ്പിൾസും ഒക്കെ പറഞ്ഞാൽ മതി. പക്ഷെ നിങ്ങൾ അങ്ങനെയാണോ? നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന ആരെയാണ്? അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഒരുപാട് കാര്യങ്ങൾ അതിനെ കുറിച്ച് അറിയാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അത് പറഞ്ഞ് പഠിച്ചിട്ട് വേണം നിങ്ങൾ ആ കുട്ടികളെ പോയി പഠിപ്പിക്കാൻ. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം വെക്കരുത്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒരുപാട് എഫേർട്ട് എടുത്ത് റെഫർ ചെയ്തിട്ടൊക്കെ വേണം ക്ലാസ് എടുക്കാൻ. ഓക്കെ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ പഠിപ്പിക്കാം, ഒരു ബിഗിനേഴ്സ് എന്തൊക്കെ എങ്ങനെയൊക്കെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അതൊക്കെ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ക്ലാസ്സിൽ എങ്ങനെയൊക്കെ ഇപ്പോ പൊതുവെ നിങ്ങളിപ്പോ മോണ്ടിസോറി ബാച്ച് ആണ്. മോണ്ടിസോറി ഒരുപാട് സബ്ജക്ട് അല്ലാണ്ട് ഉണ്ട് അല്ലെ. സൈക്കോളജി ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ വേറെ ടീച്ചേഴ്സ് വന്ന് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മെയിൻ ആയിട്ട് വേണ്ടത് ക്ലാസ്സില് ലാംഗ്വേജ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോ ഞാൻ ആസ് എ ടീച്ചറാണ്. അപ്പൊ ഞാൻ എങ്ങനെ സംസാരിക്കുന്നു, ഞാൻ എങ്ങനെ ക്ലാസ് എടുക്കുന്നു എന്നെല്ലാം നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ? ചെറിയതാണെങ്കിൽ പോലും, ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോ നിങ്ങൾ ഒരു ടീച്ചറായി നിങ്ങൾ ക്ലാസ്സിൽ പോകുമ്പോ അത്രയും കുട്ടികളെ നിങ്ങൾ ഒബ്സർവ് ചെയ്യില്ലേ അല്ലെ? നിങ്ങൾ പറയുന്ന ലാംഗ്വേജ് ആണെങ്കിലും, നിങ്ങൾ പറയുന്ന ഒരു വേർഡ് ആണെങ്കിലും, അതായത് പ്രൊണൗൺസിയേഷൻ ആണെങ്കിലും നിങ്ങളൊരു കോപ്പി ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ അത്രത്തോളം ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ആസ് എ ടീച്ചർ എന്ന നിലയില് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ക്ലാസ്സിലൊക്കെ മിക്കപ്പോഴും ഇപ്പൊ ഇനി അങ്ങോട്ടുള്ള എല്ലാ ക്ലാസ്സിലും ഇംഗ്ലീഷ് തന്നെയായിരിക്കും സംസാരിക്കുക. മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പോ കമ്മ്യൂണിക്കേഷൻ എന്ന നിലയിൽ നമുക്ക് ഈ ലാംഗ്വേജ് അത്യാവശ്യമാണ്. ഓക്കെ, വൈവ് എക്സാം ബുദ്ധിമുട്ടായിരിക്കോ ഇംഗ്ലീഷിന്റെ? എങ്ങനെയാണ് മാം തന്നെയാണോ? വൈവി ഇതുവരെയും ഇംഗ്ലീഷിന് വന്നിട്ടില്ല. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണേ വെക്കാം. അയ്യോ വേണ്ട. ഇപ്പല്ല മാം, ലാസ്റ്റത്തെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. ലാസ്റ്റത്തെ ആണ്. ഇതുവരെ വൈവയ്ക്ക് ഇംഗ്ലീഷ് വന്നിട്ടില്ല. എന്ത് ചെയ്യണം? പൊതുവെ ഞാനും ആലോചിച്ചു വൈവയ്ക്ക് ഇംഗ്ലീഷ് വേണോലോ എന്ന് ആലോചിച്ചു. അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഇല്ല, ഞാനത് ചിന്തിച്ചിട്ടോ. സ്വാമി ഇപ്പൊ ചോദിച്ചോണ്ട് മാത്രല്ല, ഇപ്പൊ കുറെ ബാച്ച് കഴിഞ്ഞു, എല്ലാരും പാസ് ഔട്ടായി, വൈവെല്ലാം കഴിഞ്ഞു ഒക്കെ പോയി. പക്ഷെ ആ ടൈമിലൊന്നും ഇംഗ്ലീഷിനെ ബേസ് ചെയ്തിട്ട് വൈവ വന്നിട്ടില്ല. അല്ലാത്ത ടീച്ചേഴ്സ് വൈവ് എടുക്കുന്നുണ്ട്, അത് ആ ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇംഗ്ലീഷിന് ഒരു വൈവ് ഇതുവരെയും വന്നിട്ടില്ല. അപ്പൊ ഞാനും ആലോചിക്കുന്നുണ്ട് അങ്ങനെ ഒരു വൈവ് വെച്ചാലോ എന്ന്. മാം ഞാൻ ചോദിച്ചതുകൊണ്ട് കണ്ടട്ടാ, ഞാൻ എന്താണെന്നറിയാൻ വേണ്ടി ചോദിച്ചത്. ചോദിച്ചോണ്ടല്ല, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കേൾക്കണമെന്നുണ്ട് എനിക്ക്. ചുമ്മാ എങ്കിലും പറയൂ, ഇംഗ്ലീഷിന് വൈവ് വെക്കണോ വേണ്ടയോ? വൈവ ബുദ്ധിമുട്ടായിരിക്കും, കുഴപ്പമില്ല, നല്ലതാണ്. എന്നാലും നല്ലതാണ്, നമുക്കൊന്ന് ഫേസ് ചെയ്താലോ. അയ്യോ വേണ്ട മാം, വെറുതെ ഓക്കെ, ചിലപ്പോ അതുകൊണ്ടായിരിക്കും കേട്ടോ ഇംഗ്ലീഷിന് വൈവ വെക്കാതെന്ന് തോന്നുന്നു. പണ്ടൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കോളേജ് ടൈമിൽ വൈവി എന്ന് പറഞ്ഞപ്പോ എനിക്കുണ്ടായ ടെൻഷൻ ഇംഗ്ലീഷ് ആയിരുന്നല്ലോ. അപ്പൊ ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് പഠിക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇംഗ്ലീഷിന് വൈവി ഇല്ല, ഇതുവരെ ഇല്ല. ഓക്കെ,
ഇനി നിങ്ങൾക്ക് വരുമ്പോ ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അത് ചിലപ്പോ കഷ്ടകാലത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഇംഗ്ലീഷ് വരുമ്പോ വന്നാലോ. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പൊ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നൗൺ ചാപ്റ്റർ എടുക്കണ്ട എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ഇതിനാണ് വെറുതെ വലിച്ചു വാരി പഠിക്കേണ്ട ആവശ്യമില്ല. അറിയണത് മാത്രം പഠിച്ചാൽ പോരെ. നിങ്ങള് ഇത് നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുകയാണ്. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഇത് നിങ്ങൾ നോക്കും. ഓക്കെ, നോക്കാം എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് നൗൺ ഫ്രേസ് എന്താണ്, നൗൺ ക്ലോസ് എന്താണ്, ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് റെഫർ ചെയ്യും. ഓക്കെ, അപ്പോ അഡ്ജക്റ്റീവ് കഴിഞ്ഞു, നൗൺ ഞാൻ നിങ്ങൾക്ക് തന്നു, നിങ്ങൾ നോക്കുന്നതായിരിക്കും അത്. ഇനി യൂണിറ്റ് 8 adverb ആണ്. adverb നമ്മൾ അഡ്ജക്റ്റീവ് പഠിച്ച പോലെ തന്നെ വളരെ സിമ്പിൾ ആണ് adverb. അഡ്ജക്റ്റീവ് നൗണിനെയും പ്രോനൗണിനെയും മോഡിഫൈ ചെയ്യുന്ന ഒന്നാണെങ്കിൽ adverb എന്തായിരിക്കും? വെർബിനെ മോഡിഫൈ ചെയ്യുന്നതായിരിക്കും. സോ സിമ്പിൾ. വെർബിനെ മോഡിഫൈ ചെയ്യുന്നതാണ് adverb. അപ്പൊ adverb ഫ്രേസ് എന്തായിരിക്കും? അഡ്ജക്റ്റീവ് ഫ്രേസ് എന്താണ്? ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കൂടുതൽ അഡ്ജക്റ്റീവ്സ് ഉപയോഗിച്ചിട്ട് മോഡിഫൈ ചെയ്യാം അല്ലെ, കുറെ ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ് ഫ്രേസ്. അപ്പൊ adverb എന്താണ്? ഡീറ്റെയിൽ ആയിട്ട് വെർബിനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്താണ് മോഡിഫൈ ചെയ്യുക, ഡിസ്ക്രൈബ് ചെയ്യുന്നതിനാണ് adverb ഫ്രേസ് എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ വേർഡ്സ് യൂസ് ചെയ്ത് മോഡിഫൈ ചെയ്യുന്നതാണ് adverb ഫ്രേസ്. വെർബിനെ അഡ്ജക്റ്റീവ് നൗണിനെ മോഡിഫൈ ചെയ്യുന്നത്, adverb വെർബിനെ മോഡിഫൈ ചെയ്യുന്നത്. അപ്പോ adverb ക്ലോസ് എന്തായിരിക്കും അല്ലെ? വെർബിനെ മോഡിഫൈ ചെയ്യുന്നത് നോക്കാം. ദെൻ ഇവിടെ ഒരു പ്രത്യേകത, ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് സബോർഡിനേറ്റീവ് കൺജക്ഷൻ വെച്ചിട്ടായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുക. adverb ക്ലോസ് സബോർഡിനേറ്റീവ് കൺജക്ഷൻ വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അഡ്ജക്റ്റീവില് റിലേറ്റീവ് പ്രോണം വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ adverbലേക്ക് വരുമ്പോ സബോർഡിനേറ്റീവ് കൺജക്ഷൻ വെച്ചിട്ടാണ് ക്ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ സബോർഡിനേറ്റീവ് കൺജക്ഷൻ എന്താണെന്ന് അറിയണം. നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന എല്ലാ വേർഡ്സും സബോർഡിനേറ്റീവ് കൺജക്ഷൻ ആണ്. ബിഫോർ, ആഫ്റ്റർ, till, until, when, whenever, while, where, when, wherever, when, because, as, since, so അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം സബോർഡിനേറ്റീവ് കൺജക്ഷൻ ആണ്. അപ്പോ ചില സമയത്ത് സബോർഡിനേറ്റീവ് കൺജക്ഷനിൽ ഈ പറയുന്ന ദാറ്റ്സ് ഒക്കെ കയറി വരാം. ഓക്കെ, അപ്പൊ ദാറ്റ് കയറി വരുമ്പോ ദാറ്റ് റിലേറ്റീവ് പ്രോണൗൺ കൂടിയാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ചിന്തിക്കും, അപ്പൊ എങ്ങനെ അത് ഐഡന്റിഫൈ ചെയ്യാം? എങ്ങനെ ചെയ്യാൻ പറ്റും? അഡ്ജക്റ്റീവ് ക്ലോസും adverb ക്ലോസും സ്റ്റാർട്ട് ചെയ്യുന്നത് ദാറ്റ് വെച്ചിട്ടാണെന്ന് വിചാരിക്കും. നിങ്ങൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും which is adjective clause or adverb clause? നൗൺ ആണോ വെർബാണോ എന്നൊക്കെ സെന്റൻസിൽ നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. അത്രയും നോക്കിയാൽ സിമ്പിൾ അല്ലേ? ഇതാണ് അഡ്ജക്റ്റീവ് ആൻഡ് adverb. ഇത്രയേ ഉള്ളൂ. രണ്ടേ കണക്ട് ചെയ്ത് പഠിക്കാം. സിമ്പിൾ ആണ്. സെന്റൻസ് നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് മീനിങ് കിട്ടണം നിങ്ങൾക്ക്. അതെന്തിനെ കുറിച്ചാണോ പറയുന്നത് നിങ്ങൾക്കത് മനസ്സിലാവണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് അഡ്ജക്റ്റീവ് ആണോ adverb ആണോ നിങ്ങൾക്ക് അപ്പോ മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ സെന്റൻസ് കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ ചെയ്യാൻ പറ്റില്ല. മാം adverbial clause ഒന്നുകൂടി പറഞ്ഞു തരുമോ? adverbial clause adverbial phrase ഉണ്ട്, ഡിഫറൻസ് ഒന്ന് പറയും. ഇപ്പോ സ്ക്രീനിലോട്ട് നോക്കാം. കുറച്ച് എക്സാമ്പിൾ നോക്കിയേ. I will not go out if it rains heavily. മീനിങ് എന്താ പറയുന്നേ? മീനിങ് എന്താ? വലിയ മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ പുറത്തോട്ട് പോകില്ല. ഇവിടെ ശരിക്കും എന്തിനെ കുറിച്ചാ പറയുന്നേ? റെയിനെ കുറിച്ച്. പുറത്തേക്ക് പോകാത്ത കാരണം. പുറത്തേക്ക് പോകാൻ പറ്റാത്ത കാരണമാണ് പറയുന്നത്. അപ്പൊ പുറത്തേക്ക് പോകുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അതിൽ ആ സെന്റൻസ് നോക്കുകയാണെങ്കിൽ. അപ്പൊ പോകുക എന്ന് പറയുന്നത് ഒരു വെർബാണ്. അപ്പൊ വെർബിനെയാണ് ഈ സെന്റൻസ് പറയുന്നത് അല്ലെ?
അപ്പൊ ഈ സെന്റൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അത് ഒരിക്കലും ആഡ്വർബ് ഫ്രേസ് അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഒറ്റ നോട്ടിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ആഡ്വർബ് ഫ്രേസ് അല്ല. പക്ഷെ അത് വെർബിനെ കുറിച്ചിട്ടാണ് സെന്റൻസിൽ പറഞ്ഞേക്കുന്നത് മനസ്സിലായി. അപ്പൊ പിന്നെ എന്തായിരിക്കും? ക്ലോസ് ആയിരിക്കും. ഇങ്ങനെയും നമുക്ക് കാണാം, ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ഇനി അഥവാ അത് വെർബിനെ കുറിച്ചാണ് പറഞ്ഞത് മനസ്സിലായി. ഇതിവിടെ സബോർഡിനേറ്റ് കൺജക്ഷൻ ഉണ്ടോ ഈ സെന്റൻസിൽ? ഉണ്ടോ? ഇഫ് ആണ്, ഇഫ് ആണ് സബോർഡിനേറ്റ് കൺജക്ഷൻ ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിലും ഇത് ആഡ്വർബ് ക്ലോസ് ആണെന്ന് പറയാം. മനസ്സിലായോ? ട്രിക്കി ആയിട്ട് പഠിക്കും. സിമ്പിൾ ആയിട്ട്. എന്തോ ഇഫ് വന്നാൽ മാത്രമേ ഉള്ളൂ. ഇഫ് വന്നാലല്ല, സബോർഡിനേറ്റ് കൺജക്ഷൻ ആയ ഏതൊരു വേർഡും വന്നാല് അത് ആഡ്വർബ് ക്ലോസ് ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് സബോർഡിനേറ്റ് കൺജക്ഷൻ ഏതൊക്കെയാണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. റിലേറ്റീവ് പ്രോണോൺ നിങ്ങൾക്ക് അറിയാം. റിലേറ്റീവ് പ്രോണോൺ അല്ലാതെ വരുന്നൊക്കെ സബോർഡിനേറ്റ് കൺജക്ഷൻ ആണെന്ന് പഠിക്കരുത്. കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് മിസ്സായി പോയി, അതുകൊണ്ടാണ് മാം എനിക്കൊരു സംശയം തോന്നി. ഞാനത് റെക്കോർഡ് കൊടുക്കണം, അപ്പൊ മനസ്സിലാവും. ഓക്കെ, താങ്ക് യു. എന്ത് കാര്യം പഠിക്കുമ്പോഴും ട്രിക്കി ആയിട്ട് പഠിക്കും കേട്ടോ. ഒരുപാട് തലപുകഞ്ഞാൽ ഒന്നും കിട്ടില്ല. സിമ്പിൾ ആയിട്ട് പഠിക്കും. വളരെയധികം എങ്ങനെ എത്രയും പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ പറ്റും ആ രീതിയിൽ എല്ലാവരും അങ്ങനെ പഠിക്കാൻ നോക്കാം. എന്നാൽ മാത്രം നമുക്ക് പെട്ടെന്ന് നമ്മുടെ തലേക്ക് വരും. അതായത് പണ്ട് പഠിച്ചിരുന്ന പോലെ കുത്തിയിരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും ഇപ്പൊ. മനസ്സിലായോ? ഇപ്പോ യു ക്യാൻ വാച്ച് TV ആഫ്റ്റർ യു ഫിനിഷ് യുവർ ഹോംവർക്ക്. ഇതില് എന്താണ് പറയുന്നത്? ഒരു TV കാണണം, ഇതാണ് അതിന്റെ ആവശ്യം. യു ക്യാൻ വാച്ച് TV ആഫ്റ്റർ യു ഫിനിഷ് യുവർ ഹോംവർക്ക്. ഹോംവർക്ക് ഫിനിഷ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് TV കാണാൻ പറ്റുന്ന പറയുന്നത്. അപ്പൊ TV കാണുക എന്നതാണ് മെയിൻ ആയിട്ട് ഇവിടെ വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്കത് അറിയാം, ഇത് ഓൾറെഡി ആഡ്വർബ് ക്ലോസ് ആണ്. അങ്ങനെ നമുക്ക് ഡയറക്റ്റ്ലി ഇത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. സിമ്പിൾ ആണ്. പിന്നെ അതിൽ സബോർഡിനേറ്റ് കൺജക്ഷൻ ഉണ്ടോ എന്നൊന്നും പോയി അന്വേഷിക്കേണ്ട ആവശ്യം ശരിക്കും ഇല്ല. ഡയറക്റ്റ്ലി കിടക്കുന്നുണ്ട്. അത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഒരിക്കലും ഫ്രേസ് അല്ല, ഫ്രേസിന്റെ പോർഷനേ അല്ല. അപ്പൊ പിന്നെ അറിയാം സിമ്പിൾ ആണ്, അത് ക്ലോസ് ആണ്. എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സബോർഡിനേറ്റ് കൺജക്ഷൻ നോക്കാം. ആഫ്റ്റർ എന്ന് പറയുന്നത് സബോർഡിനേറ്റ് കൺജക്ഷൻ ആണ്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല. പക്ഷെ ഏറ്റവും നല്ല സിമ്പിൾ വേ എന്ന് പറയുന്നത് സെന്റൻസ് വായിച്ചു നോക്കാം, എന്തിനെ കുറിച്ചാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം, എന്നിട്ട് ഐഡന്റിഫൈ ചെയ്യും. അതാണ് ഏറ്റവും സിമ്പിൾ. അല്ലാതെ നേരെ നിങ്ങൾ ഒരു സെന്റൻസ് കണ്ടുകഴിഞ്ഞാൽ സബോർഡിനേറ്റ് കൺജക്ഷൻ ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ അത് ആഡ്വർബ് ആണ് എന്ന് പഠിക്കരുത്. അത് പൊട്ടത്തരമാണ്. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ക്ലിയർ ആണോ? അടുത്ത ക്ലാസ്സിൽ വരുമ്പോ നമുക്ക് അഡ്ജക്റ്റീവും ആഡ്വർബിനെയും ആഡ്വർബ് ക്ലോസും ഫ്രേസും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് ഞാൻ കുറച്ചൊരു നമുക്ക് എക്സസൈസ് കൂടി നോക്കിയിട്ട് വരാം. ഞാൻ ചെയ്യാനൊന്ന് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒന്നിച്ച് കാണുമ്പോൾ അഡ്ജക്റ്റീവും ആഡ്വർബും ഒന്നിച്ച് കാണുമ്പോൾ അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നോക്കൂ കേട്ടോ. അഡ്ജക്റ്റീവും ആഡ്വർബും ഒരുപാട് നമുക്ക് സെർച്ച് ചെയ്തൊക്കെ ഇട്ടു. അപ്പൊ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വരും. നിങ്ങളുടെ കയ്യിലും കുറച്ച് നോട്ട്സ് ഒക്കെ വേണം. നോക്കിയിട്ട് വരും, എല്ലാവരും നോക്കിയിട്ട് വരും. അപ്പൊ ഇതാണ് ആഡ്വർബും അഡ്ജക്റ്റീവും പറയാനുള്ളത്. അഡ്ജക്റ്റീവ് അത്രയേ ഉള്ളൂ. ആഡ്വർബ് എന്താണ്? ഹി സിങ്സ് ബ്യൂട്ടിഫുള്ളി. അവന്റെ പാട്ടിനെ കുറിച്ചാണ് പറയുന്നത്. അവ പാടിയ പാട്ട് നന്നായിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്നാ പറയുന്നത്. അപ്പൊ ഹി സിങ്സ് ബ്യൂട്ടിഫുള്ളി, അവന്റെ പാട്ട് നല്ലതായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ പാട്ടിനെ മോഡിഫൈ ചെയ്തു. സോ ബ്യൂട്ടിഫുള്ളി എന്ന് പറയുന്നത് ആഡ്വർബ് ആണ്. I opened the jar easily. ഞാൻ ജാർ ഓപ്പൺ ചെയ്തത് ഈസി ആയിട്ടാണ്. So easily the word is adverb. I wrote it carefully. Okay, carefully is a word that modify the verb wrote. So we can call carefully is an adverb. Okay, then teacher is teaching quietly. Adverb ഏതാണ്? Quietly. Yeah, quietly. എന്താണ്? സൈലന്റ് ആണല്ലോ ക്ലാസ്. സിമ്പിൾ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇത് ആഡ്വർബ് ആയിട്ട് വരാൻ. ആഡ്വർബ് ഫ്രേസ് എങ്ങനെയാണ്? My sister Rachel sings extremely well. 2 വാക്ക് വെച്ചൊന്ന് കൂട്ടി പറഞ്ഞു. 2 അതിൽ കൂടുതലൊക്കെ പറയൂ കേട്ടോ. അതെന്താണ്? ഫ്രേസ് ആണ്. Yeah, you are walking so slowly. Walking ആണ്.
അപ്പൊ സോ സ്ലോലി എന്ന് പറയുന്ന 2 വേർഡ് ഫ്രേസ് ആണ്. That's all. ഇതാണ് adverb. adjective പഠിച്ചാല് നിങ്ങൾക്ക് adverb പഠിക്കാൻ എളുപ്പമാണ്. മനസ്സിലായോ? 2 ക്ലിയർ ആണ്. അപ്പോ adjective and adverb ഈ 2 പോർഷൻ ഈ 2 ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലിയർ ആണോ അല്ലേ? ഓക്കെ. മോക്ക് ടെസ്റ്റ് അപ്പൊ എന്ത് ചെയ്യാലോ? നാളെ അപ്ലോഡ് ചെയ്യണോ മോക്ക് ടെസ്റ്റ്? അപ്പോ യൂണിറ്റ് 8 വരെ കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് പ്രപ്പോസിഷൻ ആണ്. പ്രപ്പോസിഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. പ്രപ്പോസിഷനും കൂടെ കഴിഞ്ഞാലേ നമുക്ക് ടെൻസിലേക്ക് പോകാൻ പറ്റും. നമ്മുടെ പ്രപ്പോസിഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. യൂണിറ്റ് 4 and 5. 4 ടെൻസ് ആണ്, 5 ആർട്ടിക്കിൾ ആൻഡ് കോൺവേർഡ് ആണ്. ടെൻസ് പഠിച്ചാലേ നമുക്ക് ഈ 5ലേക്ക് പോകാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ടേം 1 ടേം 2 എന്നാണ് എക്സാം വെച്ചിരിക്കുന്നത്. മോഡൽ എക്സാം അങ്ങനെയാണ്. ടേം 1 ടേം 2 ആണ്. അപ്പൊ ടേം 1 1 to 8 ചാപ്റ്റേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ വരാം. 1 to 8 ചാപ്റ്റേഴ്സ്, 1 to 8 10 ചാപ്റ്റേഴ്സ് എന്നാണ് ടേം 1 ക്വസ്റ്റ്യൻ വരാം. 9 to 15 or 16 ചാപ്റ്റേഴ്സ് എന്നാണ് ടേം 2 എക്സാം വരാം. അപ്പൊ ടേം 1 എക്സാമിന് മുൻപ് എനിക്ക് ഈ 8 ചാപ്റ്റർ തീർക്കണം. മനസ്സിലായോ? എന്നായിരിക്കും മാം? നിങ്ങൾക്ക് ടൈം ഉണ്ട്. ഓക്കെ. ഇംഗ്ലീഷ് കുറച്ച് സ്പീഡ് ഉണ്ടോ? സ്പീഡിലാണോ പോകുന്നത് ക്ലാസ്? ആണോ? കുറച്ച് സ്പീഡാണോന്ന് ചോദിച്ചാ മാം അങ്ങനെയാണല്ലോ, കുഴപ്പമില്ല. പക്ഷെ ഞാൻ സ്പീഡില് പിന്നെ ഞങ്ങൾക്ക് ഗ്രാമർ ആയ കാരണം ഫുൾ അങ്ങോട്ട് മനസ്സിലാവും, പിടിച്ചു വരണുള്ളൂ. സ്പീഡിലാവുമ്പോഴേ ഗ്രാമർ അതുകൊണ്ട് മനസ്സിലായി വരണുള്ളൂ. ഇല്ല, ഇത് ശരിക്കും ആയിട്ടില്ല. ഇംഗ്ലീഷ് ഒന്നും ആയിട്ടില്ല. ഇതൊക്കെ ചെറിയ ചെറിയ പോർഷൻ ആണ്. മെയിൻ വരാൻ കിടക്കുന്നേ ഉള്ളൂ. ചെറിയ കൺഫ്യൂഷൻസ്. ഇതില് ഇപ്പൊ നമ്മൾ പഠിച്ചത് നൗൺ, പ്രൊനൗൺ, അഡ്ജക്റ്റീവ്, അഡ്വർബ്, ഇത്രയും കാര്യങ്ങളെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. വെർബ് ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? എന്താണെന്ന് മാം, ഇംഗ്ലീഷ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അത് കുറച്ച് ഇതായിട്ട് തോന്നണത്. നമുക്ക് എളുപ്പമുള്ള സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടവുമായിരിക്കും, വേഗം പഠിച്ചെടുക്കും. ഇത് ബുദ്ധിമുട്ടാണല്ലോ, അതിന്റെ ഒരു കുഴപ്പമാണ്. ഇല്ല, ഇത് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇപ്പൊ തോന്നാട്ടോ. ടെൻസിലേക്ക് നമ്മൾ പോവാണെങ്കിൽ ഒരു സെന്റൻസ് ആണ് ടെൻസിൽ എടുക്കുന്നത്. അത് ഏത് ടെൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ട സമയമാണ്. അപ്പൊ ഒരു സെന്റൻസിൽ ഇപ്പോ ഞാൻ ഒരു സെന്റൻസ് പറയാണ്, he wrote a letter very carefully. He wrote a letter very carefully എന്ന് പറയുന്ന ഒരു സെന്റൻസ്. ഈ സെന്റൻസിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടെന്ന് അറിയാം? ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഇപ്പൊ പഠിച്ച എല്ലാ കാര്യങ്ങളും സെന്റൻസിലുണ്ട്. He wrote a letter very carefully. എന്തൊക്കെയുണ്ട് ഇതില്? നൗൺ ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, അഡ്ജക്റ്റീവ് അല്ല ആഡ്വേർബ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ സെന്റൻസ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയോ? He wrote a letter very carefully. ഈ സെന്റൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിൽ ഏതൊക്കെയാണ് നൗൺ, ഏതൊക്കെ സബ്ജക്റ്റ്, ഏതാണ് വെർബ്, ഏത് ആഡ്വേർബ് ആണ്, എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയോ? അറിയൂ. ആർക്കും മനസ്സിലായില്ല? കുറച്ചുപേർക്ക് മനസ്സിലായി. അത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം, ഒന്നുകൂടി പറഞ്ഞു മാം. നെക്സ്റ്റ് I'm always going to school at 10 a.m. I'm always going to school at 10 a.m.
He wrote a letter to his friend. She walks very slowly when she going to shop. ഇത്രയും സെന്റൻസ് ഞാൻ തന്നിട്ടുണ്ട്. ഈ സെന്റൻസിൽ ഐ എം ഓൾവേസ് ഗോയിങ് ടു സ്കൂൾ അറ്റ് 10 AM എന്ന് പറയുന്ന ഈ സെന്റൻസിൽ സബ്ജക്ട് ഏതാണെന്ന് പറഞ്ഞേ. സബ്ജക്ട് which is subject in the sentence. I am. 10 AM. Okay. ഇതില് noun ഉണ്ടോ? noun പോരെ. Noun ഓ pronoun ഓ ഉണ്ട് ഇതില്? പറയൂ എല്ലാവരും പറയൂ. Pronoun ഇല്ല മാം. pronoun ഇല്ല. Okay. അപ്പൊ I എന്താണ്? I pronoun ആണ്. I subject pronoun ആണ്. I pronoun ആണ്. I ഒരു സബ്ജക്റ്റും കൂടിയാണ്. മനസ്സിലായോ? Yes Okay. ma'am. I pronoun ആണ്. I സബ്ജക്റ്റും ആണ്. ആ സെന്റൻസിൽ സബ്ജക്റ്റ് കൂടിയാണ് I. അതായത് ഞാൻ എല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് സ്കൂളിൽ പോകുന്നു എന്നാ പറയുന്നത്. മലയാളത്തിൽ പറയുമ്പോൾ ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ 10 മണിക്ക് പോകുന്നു. മലയാളത്തിലെ സബ്ജക്ട് ആരാണ്? ഈ പറഞ്ഞ മലയാളത്തിൽ സെന്റൻസിലെ സബ്ജക്ട് ആരാണ്? ഞാനാണ്. ഞാൻ എന്ന് പറയുന്ന സബ്ജക്റ്റും ആണ്. ഇതൊരു പ്രോനൗൺ ആണ് അല്ലെ? ക്ലിയർ? അപ്പൊ ഇനി മുതൽ അങ്ങോട്ട് പ്രോനൗൺ എന്നുള്ള ടോക്കേ വരില്ല. നൗൺ പ്രോനൗൺ എന്ന ടോക്ക് വരില്ല. സബ്ജക്റ്റ് ആണ് മെയിൻ. സബ്ജക്ട് ആരാണെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയണം? ഐ ആണ് ഈ സെന്റൻസിലെ സബ്ജക്ട്. ഈ സെന്റൻസിൽ വേർബ് ഉണ്ടോ? Going. Go ആണ് വെർബ്. ഓക്കെ. ഇനി പ്രപ്പോസിഷൻ ഉണ്ടോ? ഉണ്ടോ? പ്രപ്പോസിഷൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് അറിയില്ല. ഓക്കെ. ടു ആഴ്ചക്കാണ് പ്രപ്പോസിഷൻ പറയാം. ഓക്കെ. കേൾക്കൂ. നെക്സ്റ്റ്, he wrote a letter to his friend. ഇവിടെ സബ്ജക്ട് ആരാണ്? He ആണ്. He. His. Right. വെർബ് റൈറ്റ് ആണ്. റോട്ട് റൈറ്റ്. ഓക്കെ, റൈറ്റ് ആണ്. ഒബ്ജക്റ്റ് ഉണ്ടോ? Friend ma'am. Friend. Okay, clear. Next, she walks very slowly when she goes to school. When she goes to shop. ഇവിടെ എന്തൊക്കെയുണ്ട്? Subject she. Yeah. Verb ഉണ്ടോ? Walk. Adverb ഉണ്ടോ? Very slowly. Slowly. Okay. Okay. Clear? ഇങ്ങനെയാണ് നമ്മൾ ടെൻസിലേക്ക് കടക്കുമ്പോൾ വരാം. അപ്പൊ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെറുതായിട്ട് മാത്രമേ വരുള്ളൂ. ഓക്കെ. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾ എന്താണ് ഇത്രയും കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പഠിച്ചത്? നൗൺ, പ്രോനൗൺ, വെർബ്, അഡ്ജക്റ്റീവ്, അഡ്വർബ് ഇതൊക്കെ എന്തിനാണ് പഠിച്ചത്? ഇപ്പൊ മനസ്സിലായോ? ഏറ്റവും ചെറിയൊരു പോർഷൻ മാത്രമാണത്. ചിലപ്പോ വന്നാ പറയാ വന്നെന്ന്. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. മെയിൻ ആയിട്ട് കാര്യങ്ങൾ വരുന്നത് ടെൻസ് പഠിക്കുമ്പോഴാണ്. ടെൻസിലാണ് കാര്യങ്ങൾ. മനസ്സിലായോ? ഇപ്പൊ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ അഡ്ജക്റ്റീവിന്റെയോ നൗണിന്റെയോ സഹായം ആവശ്യമില്ല. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഇന്നലെ ബിരിയാണി കഴിച്ചു എന്ന് ഞാൻ പറയാണ് മലയാളം. നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത്, ഞാൻ ഇന്നലെ ഒരു ബിരിയാണി കഴിച്ചു.
Yesterday How biryani yesterday? ബിരിയാണി. I have biryani yesterday. I had biryani yesterday. ഓക്കെ, നിങ്ങൾക്ക് പറഞ്ഞു, കുറച്ചുപേരൊക്കെ പറഞ്ഞു. കുറച്ചുപേരൊക്കെ പറഞ്ഞു. ഇതിനർത്ഥം നിങ്ങൾ ഇപ്പോ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ അതിൽ യൂസ് ചെയ്തിട്ടുണ്ടോ? പറയൂ. ഇല്ല. ഇല്ല, യൂസ് ചെയ്തിട്ടില്ല. മനസ്സിലായോ? അപ്പോ ജസ്റ്റ് ഒരു ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ. ഓക്കെ, അതുകൊണ്ട് ഈ കാര്യങ്ങൾ പഠിച്ചില്ലെങ്കിൽ എനിക്ക് സെന്റൻസ് പറയാൻ പറ്റില്ലേ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേ വേണ്ട. സെന്റൻസ് പറയണമെങ്കിൽ ടെൻസ് പഠിക്കണം. ഞാനിപ്പോ എന്ത് മലയാളം ചോദിച്ചാലും അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തിരിച്ചെനിക്ക് പറഞ്ഞു തരണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ടെൻസ് ആണ് പഠിക്കേണ്ടത്. ടെൻസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു സിനിമ കണ്ടു. എങ്ങനെ പറയും? ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു സിനിമ കണ്ടു. I saw a cinema in last week. I had watched a movie last week. പലരും പല രീതിയിൽ പറയുന്നുണ്ട്. ഇതെല്ലാം ടെൻസ് I പഠിക്കുമ്പോൾ watched a movie last week. അപ്പൊ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്നും വന്നില്ലല്ലോ അതിനകത്ത്, അല്ലെ? ഐ വാച്ച്ഡ് എ മൂവി ലാസ്റ്റ് വീക്ക്. ഇത്രയേ ഉള്ളൂ. ഇതുവരെ പഠിച്ച എന്തെങ്കിലും വന്നോ? എന്തൊക്കെയോ വന്നു. ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഒരു verb ഉണ്ട്, മനസ്സിലായി അല്ലെ? മറ്റൊന്നും വന്നില്ല. അഡ്ജക്റ്റീവ് ഇല്ല, അഡ്വേർബ് ഇല്ല, നൗണും പ്രോണൗണും ഇല്ല. നൗണും പ്രോണൗൺ ഉണ്ട്. ഇപ്പൊ മൂവി ഒരു നൗൺ ആണ്, മനസ്സിലായോ? പ്രോണൗൺ ഏതാണ്? ഐ എന്ന് പറയുന്നത് പ്രോണൗൺ ആണ്. അപ്പൊ അതെന്താന്ന് മാത്രം അറിഞ്ഞിരിക്കുക. പക്ഷെ നമ്മളത് പിന്നീട് സെന്റൻസ് പറയുമ്പോൾ അതിനൊക്കെ നമ്മൾ സബ്ജക്ട് എന്നാ പറയാം. ഹി വാച്ചിങ് എ മൂവി എന്ന് പറയുമ്പോൾ ഹി ആണ് അതിൽ സബ്ജക്ട്. അപ്പൊ അതിൽ പ്രോണൗൺ ആണോ എന്നൊന്നും ചോദിക്കില്ല, സബ്ജക്ട് ആരാണ് എന്ന് മാത്രമേ ചോദിക്കുള്ളൂ. അപ്പൊ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്നും നമ്മൾ സെന്റൻസിൽ പറയുമ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോ ഇതുവരെ എടുത്ത കാര്യങ്ങൾ ഞാൻ സപ്പോസ് കാര്യം മനസ്സിലായില്ലെങ്കിൽ പോലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ടെൻസ് എടുക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആണ്. അപ്പൊ ഇതുവരെ ഞാൻ സ്പീഡിലാണ്, എനിക്കൊന്നും മനസ്സിലായില്ല, ഇംഗ്ലീഷ് ഒന്നും കിട്ടുന്നില്ലല്ലോ എന്നൊന്നും ചിന്തിക്കേണ്ട. ഇംഗ്ലീഷ് കിട്ടാൻ പാകത്തിലൊന്നും നമ്മൾ എത്തിയിട്ടില്ല. ഓക്കെ, വെറും തുടക്കം മാത്രം, ഇനി വരാൻ കിടക്കുന്നേ. ഓക്കെ, അതുകൊണ്ട് പ്രിപ്പോസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പ്രിപ്പോസിഷൻ നമുക്ക് എത്രത്തോളം ആവശ്യമാണ്. ഒരു സെന്റൻസ് പറയുമ്പോഴാണെങ്കിലും പ്രിപ്പോസിഷൻ വേണം. ഞാൻ ഇന്നലെ ഞാൻ കാറിലാണ് സ്കൂളിൽ പോയത്. എങ്ങനെ പറയും? ഞാൻ കാറിലാണ് സ്കൂളിൽ പോയത്. I went to the school through car. പ്രിപ്പോസിഷൻ യൂസ് ചെയ്തോ ശ്രുതി? I went to. No, ma'am. പ്രിപ്പോസിഷൻ യൂസ് ചെയ്തില്ല. ചെയ്തു. പ്രിപ്പോസിഷൻ യൂസ് ചെയ്തില്ലെങ്കിൽ സെന്റൻസ് കംപ്ലീറ്റ് ആകില്ല. Oh. Okay, ma'am. I went to school by car. I went to school by car. ഞാൻ കാറിലാണ് സ്കൂളിൽ പോയത് എന്ന് പറയണമെങ്കിൽ ഐ വെന്റ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന പ്രപ്പോസിഷൻ ആണ്. സ്കൂള് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന പ്രപ്പോസിഷൻ ആണ്. ബൈ ആൻഡ് ടു ഇത് പ്രപ്പോസിഷൻ. ഈ രണ്ട് പ്രപ്പോസിഷൻ അവിടെ കൊടുത്തിരിക്കുന്ന തെറ്റാണെങ്കിൽ ആ മീനിങ് തന്നെ മാറിപ്പോകും. മനസ്സിലായോ? ഐ വെന്റ് ടു, എന്തുകൊണ്ട് നിങ്ങൾ അവിടെ വെന്റ് ടു എന്ന് ആഡ് ചെയ്തു? പ്രപ്പോസിഷൻ ആണ്. കാരണം എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് കാണിക്കണമെങ്കിൽ അവിടെ കറക്റ്റ് പ്രപ്പോസിഷൻ ആഡ് ചെയ്യണം. അതുപോലെ നിങ്ങൾ എങ്ങനെയാണ് പോയത്? കാറിലാണ്, ബൈ കാർ. അപ്പൊ അവിടെയും പ്രപ്പോസിഷൻ ആവശ്യമാണ്. ഫോർ കാർ എന്ന് പറഞ്ഞ തെറ്റാണോ? ഐ വെന്റ് സ്കൂൾ ഫോർ കാർ. എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നുന്നില്ലേ? അതെന്താണ്? കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അവിടെ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. പ്രൊണൗൺസിയേഷൻ പ്രപ്പോസിഷൻ. അപ്പൊ സെന്റൻസ് പറയുമ്പോൾ പ്രപ്പോസിഷൻ ഇമ്പോർട്ടന്റ് ആണ്. പ്രപ്പോസിഷന്റെ ചാപ്റ്റർ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പ്രപ്പോസിഷൻ മാം ബൈ ആണോ പ്രപ്പോസിഷൻ ആയിട്ട്? ബൈ മാത്രമല്ല, ഒരുപാട് പ്രപ്പോസിഷൻ ഉണ്ട് നമുക്ക്. എന്തൊക്കെയാണ്? ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ
in, on, at, by, since, for, between, among, beside. ഇവിടെ to. ബൈ ചോദിച്ചു. ഓക്കെ. ഇവിടെ to and by ഇത് രണ്ട് preposition ആണ്. to, of, for ഇതൊക്കെ prepositions ആണ്. ഒരു വേർഡിനെ മറ്റൊരു വേർഡായിട്ട് ലിങ്ക് ചെയ്തതാണ് എന്താ preposition. Preposition is a linking word. ഓക്കെ. കാരണം നമ്മളിപ്പോ ഞാൻ സ്കൂളിൽ പോകുകയാണ്. ഐ ഗോയിങ് ടു സ്കൂൾ. ഐ ഗോയിങ് സ്കൂൾ എന്ന് പറയുന്നത് ഐ ഗോയിങ് സ്കൂൾ എന്ന് പറയുന്നത് രണ്ടാണ്. ഞാൻ എങ്ങോട്ടേക്കാണോ പോകുന്നത് അത് കാണിക്കണമെങ്കിൽ അവിടെ ടു പ്രപ്പോസിഷൻ വേണം. ഞാൻ അതിനു വേണ്ടി ഗിഫ്റ്റ് വാങ്ങി. ഐ ഗോട്ട് എ ഗിഫ്റ്റ് ഫോർ ഹിം. ഫോർ ഹിം അവിടെ ഫോർ വന്നാൽ മാത്രമേ അവന് വേണ്ടി എന്ന് വാങ്ങി എന്നൊരു അർത്ഥം വരുള്ളൂ. മനസ്സിലായോ? ഇതെല്ലാം പ്രപ്പോസിഷൻ ആണ്. ഇനി പഠിക്കേണ്ട ചാപ്റ്റർ, ഇനി അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ചാപ്റ്റർ കൂടിയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. പ്രപ്പോസിഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇതുവരെ പഠിച്ച പോലെയല്ല, ഇനി അങ്ങോട്ട് പഠിക്കുന്നതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. മാക്സിമം നന്നായിട്ട് പഠിക്കുക. ടെൻസ് പറയുമ്പോഴും നമ്മൾ ടെൻസ് എടുക്കുമ്പോഴും ഇതൊക്കെ ആവശ്യമാണ്. പ്രപ്പോസിഷൻ ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല. ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും കറക്റ്റ് ആയ പ്രപ്പോസിഷൻ അറിഞ്ഞിരിക്കണം. ആ പ്രപ്പോസിഷൻ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ ആ സെന്റൻസിന്റെ മീനിങ് തന്നെ മാറിപ്പോകും. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇതുവരെ പഠിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അയ്യോ ഒന്നും കിട്ടുന്നില്ല, മിസ്സേയില്ല, മറന്നുപോയി, എടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അത്രയും ആവശ്യം വരുന്നില്ല. നിങ്ങൾ മറന്നിരിക്കണം. ഓക്കെ, ഇനിയിപ്പോ എവിടെയെങ്കിലും വെച്ച് അഡ്ജക്റ്റീവ്, നിങ്ങൾ ടീച്ചറാണ്, എപ്പോഴെങ്കിലും അഡ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ അയ്യോ ആവൾ ശരിക്കരുത്, അഡ്ജക്റ്റീവ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, അനുഭവം എന്താണെന്നും അറിയാം. പക്ഷെ നമ്മുടെ ഡേ ടു ലൈഫിൽ നമുക്ക് അത് യൂസ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. ചില സമയങ്ങളിൽ മാത്രം വരുള്ളൂ. ഒരാളെ കുറിച്ച് പറയണമെങ്കിൽ നമുക്ക് അഡ്വർബ് വേണം, അഡ്ജക്റ്റീവ് വേണം. ആള് ചെയ്ത പ്രവൃത്തിയെ കുറിച്ച് പറയണമെങ്കിൽ നമുക്ക് അഡ്വർബ് വേണം, അല്ലെ? അപ്പൊ ആ ടൈമിലും ആ പർട്ടിക്കുലർ ടൈമിൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന അഡ്ജക്റ്റീവ് അഡ്വർബ് യൂസ് ചെയ്യുന്നുള്ളൂ, നമ്മൾ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. പക്ഷേ നമുക്ക് അല്ലാതെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് പ്രപ്പോസിഷൻ. പ്രപ്പോസിഷൻ കറക്റ്റ് അറിയാത്തതിന്റെ പേരിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്തതും ഇംഗ്ലീഷ് എഴുതാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ഇതുവരെയും പഠിച്ചു വന്നിരുന്ന പോലെയല്ല പ്രപ്പോസിഷൻ എന്ന് നമുക്ക് മനസ്സിലാവും. ഒരു എക്സാമ്പിൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, പക്ഷെ അതിന്റെ ആൻസർ ഞാനിപ്പോ പറഞ്ഞില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ചോദിച്ചു വെക്കും, നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ അവിടെ ഇരിക്കട്ടെ, ആവശ്യമാണ്. ഞാൻ ബസ്സിലാണെന്ന് എങ്ങനെ പറയും? ഞാൻ ബസ്സിലാണ്. I am on bus. I am on the bus. I am in the bus. I am in the bus. I am on the bus. I am on the bus. In the bus. I am in bus. വലിയ ഇതിനെ സൂചിപ്പിക്കാൻ ഓൺ ആണ് ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. കാറിലാണെങ്കിൽ ഇന്ന് പറയും, പക്ഷെ ബസ്സിലായോണ്ട് ഓൺ എന്നാണ് തോന്നുന്നു. അങ്ങനെയാണോ? അറിയില്ല. ഇല്ല പറയില്ല. കൺഫ്യൂഷൻ ഇല്ലേ? അവിടെ നിൽക്കട്ടെ കൺഫ്യൂഷൻ. ഇതാണ് പ്രപ്പോസിഷൻ. മനസ്സിലായോ? ഇത്രയും ഇമ്പോർട്ടന്റ് ആണ്. I'm on the bus പറയുന്നുണ്ട്, I'm in the bus പറയുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ്? ഇല്ല, I am on the bus തന്നെയാണ്. ഫിക്സ് ചെയ്തു. ഓക്കെ, I'm on the bus തന്നെയാണ് ഫിക്സ് ചെയ്തു. ഇനി I'm in the bus ആണെങ്കിലോ ഇങ്ങനെ ആയിക്കൂടെ? ഞാൻ ബസ്സില്ല അല്ലേ, ഞാൻ ബസ്സിന്റെ ഉള്ളിലല്ലേ. അത് ബസ്സിന്റെ ഉള്ളിൽ നമുക്ക് നടക്കാൻ പറ്റുമല്ലോ. അപ്പൊ ബസ്സിന്റെ മുകളിലല്ല നടക്കാൻ, ബസ്സിന്റെ ഉള്ളിലാണ്. ഉള്ളിൽ കൂടി നമുക്ക് എനിക്ക് നടക്കാൻ പറ്റില്ലേ? അപ്പൊ പിന്നില്ലേ ഓൺ. പിന്നല്ലേ, ബസ്സിന്റെ മുകളിലാണോ നടക്കുക? I'm on the bus എന്ന് പറയും, മുകളിലല്ലേ വരാ? I am in the bus. I'm in the bus. Okay. ഓൺ തന്നെയാണ്. I am on the bus. I'm on the bus. Okay. Yeah. In and on എന്താണ്? പ്രപ്പോസിഷൻ ആകട്ടോ. ഓക്കെ, ഇതിന്റെ ഡിഫറൻസ് കുറെ കണ്ടിട്ടുണ്ട്. ഓൺ ഇന്നലുള്ള ഓരോ ബോഡി ഓരോള്ള വ്യത്യാസങ്ങൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പ്രപ്പോസിഷൻ മാറുമ്പോ വലിയ മിസ്റ്റേക്ക് ഒന്നും അല്ലെങ്കിൽ പോലും ലിറ്ററലി എഴുതുമ്പോൾ മിസ്റ്റേക്ക് ആണ്, ഗ്രാമർലി മിസ്റ്റേക്ക് ആണ്. ഈ ഇന്നോടൊക്കെ മാറിപ്പോയിട്ടാണ്. Preposition നമ്മളെല്ലാം ഓൺ വെക്കാം. എന്തോ
പ്രിപ്പോസിഷനിലല്ല ഓൺ വെക്കുമ്പോഴല്ലേ പ്രിപ്പോസിഷൻ വരണേ? ഒരു ക്ലിയർ ആയില്ല. വാക്കിന് പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാല് നൗണിനോ പ്രൊണൗണിനോ മറ്റു വല്ലതിനോടും ബന്ധം കാണിക്കുന്ന അവിടെ മുന്നിൽ വെക്കുന്ന ഒരു പദം, അതല്ലേ പറയണേ? അതെ, ലിങ്കിങ് ആണ്. ആ. ലിങ്കിങ് ആണ്. അതിൽ എക്സാമ്പിളിൽ വരുന്നതല്ല പോണ്. ഓൾ ഉണ്ട്, ഇന്നുണ്ട്, അറ്റ് ഉണ്ട്, ഓഫ്, ഫോർ, ഒരുപാട് ഔട്ട്, ഇൻ, അപ്പ്, അണ്ടർ, അതൊക്കെ. പിന്നെന്താണ്, ഞാനൊരു 9 മണിയോട് കൂടി അവിടെ ഉണ്ടാകും എന്നെങ്ങനെ പറയും നമ്മള്. ഞാൻ സ്കൂളില് ഞാൻ എപ്പോഴും സ്കൂളിൽ പോകുന്നത് ഒരു 9 മണിയോട് കൂടിയാണ്. എങ്ങനെ പറയും? ഞാൻ 9 മണിയോട് കൂടിയാണ് സ്കൂളിൽ പോകുന്നത്. കറക്റ്റ് ടൈം ഞാൻ പറയുന്നില്ല, അറിയില്ല. ഒരു 9 മണിയോട് കൂടി ഞാൻ പോകുന്നത് അങ്ങനെയാണ്. എങ്ങനെയാ പറയാ? I'll be there at 9 o'clock. I'll be there at 9 o'clock. I went at 9 o'clock. 9 മണിയോട് കൂടി അവിടെ എത്തുന്നല്ലേ? Always I went to school around at 9 o'clock. I will go to school around 9 o'clock. അപ്പൊ അറൗണ്ട് എന്ന് പറയുന്നത് ഒരു പ്രപ്പോസിഷൻ ആണ്. ഓക്കെ, പറയൂ ശ്രുതി. I shall reach the school at 9 o'clock. എങ്ങനെയുണ്ട് നിങ്ങൾക്ക്? ഭയങ്കര കൺഫ്യൂഷൻ തോന്നുന്നുണ്ടോ? Yes, ma'am. യെസ്. ഇപ്പൊ പ്രപ്പോസിഷൻ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ കൺഫ്യൂഷൻ വരുമോ? ഇല്ല. അപ്പൊ പ്രപ്പോസിഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായോ? അപ്പൊ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? പക്ഷെ അറിഞ്ഞിരിക്കേണ്ടതാണ്. എല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ സംസാരിക്കുന്ന കാര്യത്തില് നമ്മൾ ഇതുവരെ പഠിച്ച ഒന്നും വരില്ല. ഓക്കെ, ജസ്റ്റ് ഞാൻ പറയാം, സ്റ്റാർട്ട് ചെയ്യാം. നമ്മളൊരു സെന്റൻസ് തുടങ്ങുമ്പോൾ ഇതെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ആ കാര്യങ്ങളാണ് ഇതുവരെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി അങ്ങോട്ട് പഠിക്കുന്നത് നിങ്ങൾക്ക് സെന്റൻസ് പറയണമെങ്കിൽ എന്തൊക്കെ വേണം എന്നതാണ് ഇനി അങ്ങോട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നതാണ് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്സ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. ഇനി നാളെ നമുക്ക് ആഡ്വേർബിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ടാകും, അത് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, പിന്നെന്താണ്, നിങ്ങൾക്ക് ഞാൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യിപ്പിച്ചു നിങ്ങളെ കൊണ്ട്? ചെയ്യിപ്പിച്ചാണോ? Yes, ma'am. ഞാൻ ഉണ്ടായിരുന്നില്ല, അന്ന് ഞാൻ ലീവായിരുന്നു. ഇംഗ്ലീഷിലാണോ പറഞ്ഞേ എല്ലാവരും? അതെ. Yes, ma'am. ഇംഗ്ലീഷിലായിരുന്നു. അപ്പോ ഞാൻ ടോപ്പിക് തരാണ്. നെക്സ്റ്റ് ക്ലാസ് എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വരാം. ഓക്കെ, അതായത് ഗൂഗിളിൽ നോക്കിയിട്ട് അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് വന്ന് നോക്കി വായിക്കാനല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, എനിക്കത് കേൾക്കണ്ട. എനിക്ക് ക്യാമറ ഓൺ ചെയ്ത് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണോ? അല്ല, ക്യാമറ ഓൺ ചെയ്യണം എല്ലാവരും. ഓക്കെ, ഞാൻ അതും നിർബന്ധിക്കുന്നില്ല. കംഫർട്ടബിൾ ആണെങ്കിൽ ക്യാമറ ഓൺ ചെയ്യുന്നതാണ് കുറച്ചും നല്ലത്. ഓക്കെ, ഇംഗ്ലീഷിലുള്ള ഒരു പീഡിയൊക്കെ അങ്ങനെ പോകും. ക്യാമറ ഓൺ ചെയ്യാനുള്ള ഒരു വീഡിയോ പറയാമോ? ഞാൻ ഒരു 2 മിനിറ്റ് ഞങ്ങൾക്ക് പോയി. ഒരു വട്ടം കൂടെ പറയാമോ? പറഞ്ഞത് കേട്ടില്ല. ക്ലിയർ ആയില്ല, ഞാൻ പറഞ്ഞ ക്ലിയർ ആയില്ല. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു ടോപ്പിക് ഞാൻ തരും. ഞാൻ ടോപ്പിക് ഏതാണെന്ന് ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഒരു ടോപ്പിക് ഞാൻ തരും. ആ ടോപ്പിക് ഗൂഗിളിൽ ഒന്ന് റെഫർ ചെയ്യാം. എല്ലായിടത്തും പോയി റെഫർ ചെയ്യാം. ഇനി അഥവാ റെഫർ ചെയ്തില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ആ ടോപ്പിക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ. മലയാളത്തിലാണ് പൊതുവെ തോന്നുക. അതിന് എങ്ങനെ എന്നെടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലാക്കാം. മനസ്സിലായോ? നിങ്ങൾ പറയുന്നത് പെർഫെക്റ്റ് ആവണമെന്നും പെർഫെക്റ്റ് ആയിരിക്കുമെന്നും എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. കാരണം നിങ്ങൾ പഠിച്ചു വരുന്നവരാണ്. മിസ്റ്റേക്സ് വരും, ഷുവർ ആണ്. മിസ്റ്റേക്സ് വന്നോട്ടെ, മിസ്റ്റേക്സിന് മാത്രമേ പഠിക്കൂ. അതുകൊണ്ട് ഞാൻ പറയുന്ന ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതാം. ഓക്കെ, നിങ്ങൾക്ക് ഉള്ളിൽ തോന്നുന്നതും
അങ്ങനത്തെ ഒരു ടോപ്പിക് ആണ്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അതിനെ കുറിച്ച് പറയാനുണ്ടാകും. ബിക്കോസ് എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് പറയാനുണ്ടാകും. അത് അങ്ങനെ തന്നെ നോട്ട്ബുക്കിൽ എഴുതാം, അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം, നോട്ട്ബുക്കിൽ അത് ഉണ്ടാകണം. എന്നിട്ട് നിങ്ങൾ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുന്ന പോലെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാം. ടീച്ചറിന്റെ മുന്നിലാണെങ്കിൽ പോലും അത് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒന്ന് പ്രസന്റ് ചെയ്യാം. അല്ലാതെ ഇവിടെ വന്നിരുന്ന് നിങ്ങൾ എഴുതി നോട്ട്ബുക്ക് എടുത്ത് നോക്കി വായിക്കാനല്ല ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ എന്നോട് പറയുന്ന പോലെ അത് പറയാം. ഓക്കെ, ഞാനത് അത് തെറ്റാണ്, ഇവിടെ ആ സെന്റൻസ് അല്ല, ഇവിടെ ആ വേർഡ് അല്ല എന്നൊന്നും ഞാൻ പറയില്ല. ഓക്കെ, കറക്റ്റ് ചെയ്യില്ല ഞാൻ. നിങ്ങൾ എന്നോട് അത് പറഞ്ഞാൽ മാത്രം മതി. ഓക്കെ, ബാക്കി ഞാൻ ക്ലാസ്സിൽ വരുമ്പോ ഞാൻ പറഞ്ഞു. ടോപ്പിക് എന്ന് പറയുന്നത് കോൺഫിഡൻസ്. ഓക്കെ, talking about confidence. ക്ലിയർ ആണല്ലോ? എന്താണ് കോൺഫിഡൻസ്? എന്താണ് കോൺഫിഡൻസ്? നമുക്ക് എന്തൊക്കെ വേണം, നമ്മൾ എന്തൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ഈ കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം ഇല്ലാത്തവരുണ്ട്. ഇപ്പൊ ഞാൻ ഇല്ലാത്ത ഒരാളാണ് പൊതുവെ. ക്ലാസ് എടുക്കുന്നുണ്ട് ശരിയാണ്, പക്ഷെ ചില ഘട്ടങ്ങൾ വരുമ്പോ എനിക്ക് പറയുന്ന സാധനം ഉണ്ടാവാറില്ല, കോൺഫിഡൻസ് വരില്ല. അത് ഭയങ്കര പ്രോബ്ലം ആണ്. മനസ്സിലായോ? നമ്മുടെ ജീവിതാനുഭവം പറയാമോ മാം? ജീവിത അനുഭവം കോൺഫിഡൻസ് ആയിട്ട് അതിന്റെ ബന്ധപ്പെട്ട് പറയാമോ? എന്തും പറയാം, നിങ്ങൾക്ക് കിട്ടുന്ന എന്തും പറയാം. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ഇംഗ്ലീഷിലായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ മലയാളത്തിലാണെന്ന് പറയാം. ഓക്കെ, അപ്പൊ കോൺഫിഡൻസ് ഇല്ല എന്നാരും വിചാരിക്കണ്ട. നിങ്ങൾക്കുള്ളിൽ എല്ലാവരുടെ ഉള്ളിലും കോൺഫിഡൻസ്, നിങ്ങൾ എല്ലാവരും കോൺഫിഡന്റ് ആണ്. ഇതുവരെയും ഈ ക്ലാസ്സിൽ ഇന്നത്തെ ഈ ദിവസം വരെ നിങ്ങളിവിടെ എത്തണമെങ്കിൽ നിങ്ങൾ എത്രത്തോളം കോൺഫിഡന്റ് ആണ് നിങ്ങൾ ആരെയും മനസ്സിലാക്കാം. ഇവൻ ഞാൻ പോലും. അതുകൊണ്ട് കോൺഫിഡൻസ് അല്ല എന്ന് പറയണ്ട. കോൺഫിഡൻസ് എല്ലാവരും ഈ പറയുന്ന സാധനം ഉണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ നമുക്കത് കിട്ടിയെന്ന് വരില്ല, ടെൻഷൻ വരും. അപ്പൊ കോൺഫിഡൻസ് എന്താണ് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഏകദേശം കിട്ടുന്നുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾക്കിപ്പോ ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോ ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും മലയാളത്തില്. ശരിയല്ലേ? ആണോ? എന്താണ് കോൺഫിഡൻസ്? എന്താണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നോ, കേക്കട്ടെ. ആത്മവിശ്വാസം എന്താണത്? നമ്മുടെ ഒരു ടോപ്പിക്കിനോടാണേലും ഒരു വ്യക്തിയോടാണേലും സമൂഹത്തിനോട് ഫേസ് ചെയ്യാനുള്ള ആ ഒരു മനസ്സിന്റെ ഒരു പവറാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നമ്മുടെ സിറ്റുവേഷൻ ധൈര്യത്തോടെ നേരിടുക എന്നുള്ളതാണ്. നേരിടാം, എല്ലാവരും നേരിടണം. എന്ത് പ്രോബ്ലം വന്നാലും ഫേസ് ചെയ്യണം, ധൈര്യത്തോടു കൂടി ഫേസ് ചെയ്യണം. അല്ലെ? നമുക്കൊന്ന് അതിനെ കുറിച്ച് സംസാരിച്ചാൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അല്ലെ? ഇപ്പോ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്യാൻ പേടിയായിരുന്നു, ക്യാമറ ഓൺ ചെയ്യാൻ പേടിയായിരുന്നു. അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ആ പേടി മാറുന്നത്. അല്ലെ? അതൊരു ചെറിയ തരത്തിലൊരു ധൈര്യമില്ലാത്ത അല്ലെ, ഒരു ആത്മവിശ്വാസമില്ലാത്തൊരു ഇതൊക്കെ തന്നെയാണ് അങ്ങനെ പറയുമ്പോ. അല്ലെ? അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെയുണ്ട്. അപ്പൊ അതെല്ലാം എന്തും ആവട്ടെ, ലൈഫിൽ എന്തും ആവട്ടെ, കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യാൻ നോക്കാം. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഇതിന് പറയാൻ പറ്റുന്നുണ്ട്. സോ മാക്സിമം അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നന്നായിട്ട് അത് പ്രസന്റ് ചെയ്യാൻ നോക്കാം. നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, എന്തുവാണെങ്കിലും ഇംഗ്ലീഷില് മാക്സിമം അത് നോട്ട് ചെയ്ത് വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഉണ്ടാകണം. ഓക്കെ, നിങ്ങൾ നോട്ട്ബുക്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഓൾറെഡി വെക്കണം കേട്ടോ. ഓക്കെ, കാരണം ഇത് പ്രത്യേകം പറയാൻ കാരണം ഇന്ന് എഴുതുന്ന നോട്ട് ആയിരിക്കില്ല നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആകുന്ന ടൈമിൽ എഴുതുന്ന നോട്ട്. രണ്ടും ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നിങ്ങൾ എത്രത്തോളം ഇംഗ്ലീഷ് പഠിച്ചു എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഇന്നത്തെ നോട്ടും അന്നത്തെ നോട്ടും കൂടെ കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതുകൊണ്ട് നോട്ട് നിർബന്ധമായിട്ട് എഴുതാം. ഇന്ന് എഴുതിയ നോട്ട് നിങ്ങൾക്ക് അന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റും, ഞാൻ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഓക്കെ, അത്രത്തോളം നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കും എന്നാ ഞാൻ പറയുന്നത്. കറക്റ്റ് ആണ് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് ഇതുവരെ ഞാൻ സ്പീഡിൽ പോയതോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലാത്തതോ ഒന്നും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അങ്ങോട്ടുള്ള ക്ലാസ് എല്ലാവരും നന്നായിട്ട് ഫോക്കസ് ചെയ്യാം. സ്പീഡിൽ പോയില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ല, നമുക്കത് സ്പീഡ് ആണെങ്കിൽ നിങ്ങൾക്ക് സംഭവം മനസ്സിലായില്ലേ? എന്താണ് അത്രയും പഠിച്ചാൽ മതി. അത് അതിനെ കുറിച്ച് ഒരുപാട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് കേട്ടോ, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ആവശ്യമുള്ള കാര്യങ്ങൾ വരുമ്പോ
നിങ്ങൾ തന്നെ ഡൗട്ട് എന്നോട് ചോദിക്കും, മിസ്റ്റർ അങ്ങനെയല്ലേ, അപ്പൊ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടാകും. ഓക്കെ, അപ്പോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഈ ടോപ്പിക് നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ റെഡി ആയിട്ട് എല്ലാവരും വരാം. ക്യാമറ ഓൺ ചെയ്യാൻ റെഡി ആയിട്ട് വരാം. ഓക്കെ, ഇനി അങ്ങോട്ട് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ. കാരണം ഇതുവരെ നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ട് തോന്നും. കാരണം നിങ്ങൾ ഇംഗ്ലീഷ് ക്ലാസ് ജോയിൻ ചെയ്യുന്ന പറയുമ്പോൾ തന്നെ എല്ലാവരും മനസ്സിൽ വരുന്ന കാര്യം ഇംഗ്ലീഷ് സംസാരിക്കാലോ, പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെയാണ് എല്ലാവരും പ്രതീക്ഷ വരുന്നത്. പക്ഷെ ബേസിക് ആയ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ ബോറടിക്കും. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബോറടിക്കുന്നത്. പക്ഷെ ഇനി അങ്ങോട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തി നമ്മള്. അപ്പൊ പഠിക്കും തോറും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും. ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ തുടങ്ങും. ഇതുവരെ നിങ്ങൾ അറിയാത്തത്, ഇതുവരെ നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇനി അങ്ങോട്ട് ക്ലാസ് മാക്സിമം ക്ലാസ് മിസ് ചെയ്യാമെന്ന് നോക്കൂ കേട്ടോ. ലൈവ് ക്ലാസ് പ്രത്യേകം എനിക്ക് പറയാനുള്ള കാര്യമാണ്. ലൈവ് ക്ലാസ്സിൽ മാക്സിമം ജോയിൻ ചെയ്യാൻ നോക്കൂ. ഇംഗ്ലീഷ് റെക്കോർഡ് ക്ലാസ് കാണുന്നത് ഭയങ്കര ബോറിംഗ് ആണ്. ഇതുവരെ ഞാൻ എന്റെ ക്ലാസ് പോലും കണ്ടിട്ടില്ല കേട്ടോ, സത്യമാണ്. എന്തോ ആദ്യം ഇവിടെ വന്ന ഇടയ്ക്ക് ഞാൻ എന്റെ ക്ലാസ് കണ്ടെന്നല്ലാണ്ട് ഇത് പിന്നെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഭയങ്കര ബോറിംഗ് ആണ്. കുറെ ഞാനിങ്ങനെ അതൊക്കെ പറയുന്നുണ്ട്. ഇതിപ്പോ ക്ലാസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ രസം തോന്നും. ഓക്കെ, നിങ്ങളോട് സംസാരിക്കുന്ന പോലെ ശരിയാണ്. റെക്കോർഡ് ക്ലാസ്സിൽ നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും സംശയം തോന്നിയാലും പെട്ടെന്ന് ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ. ലൈവ് ക്ലാസ്സിലാവുമ്പോ അത് അപ്പപ്പോ നമുക്ക് ചോദിക്കാൻ പറ്റും. അതെ അതെ, അത് ഇപ്പൊ ഒരു വരാത്തൊരാൾക്ക് കാണുമ്പോ അവർക്ക് ഭയങ്കര അത് ഫോർവേഡ് കാണേണ്ടി വരും. അധികം പോർഷൻസ് എടുത്തില്ലെങ്കിലും അത് ബുദ്ധിമുട്ടാണ്. അതായത് നല്ലത് മാക്സിമം ജോയിൻ ചെയ്യാൻ നോക്കാം. അപ്പൊ തന്നെ ഡൗട്ടിന് ക്ലിയർ ചെയ്യാം. ടോപ്പിക് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള സമയം സംസാരിക്കാം. നമുക്ക് ഒരുപാട് സ്പീഡിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അത്യാവശ്യം പോർഷൻസ് എല്ലാം കഴിയാറായി. പിന്നെ ടെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ തീരും. ടേം 1 എക്സാം ആകുമ്പോഴേക്കും എനിക്ക് ഇത്രയും പോർഷൻസ് ഒക്കെ കഴിഞ്ഞാൽ മതി. അതുകൊണ്ട് മാക്സിമം എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും സംസാരിക്കാം. അഥവാ ഒരു ക്ലാസ് കൊണ്ട് നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷനോടെ തുടങ്ങണോ? സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചെയ്യണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഭയങ്കര ഇഷ്ടം. ഇനിയിപ്പോ ഒരു ക്ലാസ് കൊണ്ട് തീർന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. കാരണം എല്ലാവർക്കും പറയണം. എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇഷ്ടത്തോടെ വന്നിരിക്കുന്നതാണ്. അപ്പൊ ഇനി ചിലപ്പോ ഇങ്ങനെ സമയം കിട്ടിയെന്ന് വരില്ല കേട്ടോ. അങ്ങനെയുണ്ട് ഒരു കാര്യം. മിക്ക ക്ലാസ്സിൽ അങ്ങനെ പൊതുവെ കിട്ടാറില്ല. ഇംഗ്ലീഷ് പഠിച്ച് ടെൻസ് ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അല്ലാത്ത കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പൊ ടെൻസ് ഒക്കെ തുടങ്ങുന്നതിനേക്കാളും മുൻപ് ഇങ്ങനെ ടോപ്പിക് തരുന്നതാണ് ഏറ്റവും നല്ലത്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരാള് ഇനിയിപ്പോ എന്റെ തേണല്ലോ, എനിക്ക് കേൾക്കണ്ടല്ലോ, എനിക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണ്ടല്ലോ ഒന്നൊന്നും ചിന്തിക്കണ്ട. പറയുന്നത് കേൾക്കാം. ഓരോരുത്തരും സംസാരിക്കാൻ നമ്മൾ കേട്ടിരിക്കാം. കാരണം നമ്മൾക്കും ചിലപ്പോൾ അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടാകാം. മനസ്സിലായോ? അതുകൊണ്ട് ആരും അങ്ങനത്തെ ബോറടിച്ചിരിക്കൊന്നും വേണ്ട. ക്ലാസ്സിൽ പറയുന്നത് എല്ലാവരും പറയുന്നത് കേൾക്കുക. നമുക്ക് കാരണം ഒരാൾ സംസാരിക്കുമ്പോൾ നമുക്ക് അവരിൽ നിന്ന് നല്ല കാര്യങ്ങളും നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അത് കുറച്ചെങ്കിൽ പോലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് അവർ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ, ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ, പുതിയ വേർഡ്സ് ചിലപ്പോൾ കിട്ടാം. മനസ്സിലായോ? അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക. അവരുടെ ടേൺ വന്നവരെ വെയിറ്റ് ചെയ്യാൻ നിൽക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പോ പ്രസന്റേഷൻ ആണ്, സപ്പോസ് അത് പ്രിപ്പയർ ചെയ്തില്ല എങ്കിലും നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മിക്ക ക്ലാസ്സിൽ ഞാൻ കണ്ട ഒരു കാര്യമാണ്, എന്തെങ്കിലും ഒരു വർക്ക് കൊടുത്തു കഴിഞ്ഞാല് അത് ആ വർക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിൽ പോലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യില്ല. മനസ്സിലായോ? അങ്ങനെ ചെയ്യണ്ട കേട്ടോ. ക്ലാസ്സിൽ ജോയിൻ ചെയ്യൂ. അറ്റ് എ ടൈം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും. പണ്ടത്തെ നമ്മൾ പഠിക്കുന്ന സമയത്തെ ഒരു സ്വഭാവം കാണിക്കുന്നില്ല. ഓക്കെ, എനിക്ക് പ്രത്യേകം പറയാനുള്ള കാര്യമാണ്. മിക്ക ക്ലാസ്സിലും കയറാം, മിസ് ഞാൻ ഉണ്ടായില്ല, മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായില്ല എന്നൊക്കെ പറയും. പണ്ട് പറഞ്ഞ ഓരൊക്കെയാണ് ഇപ്പോഴും പറയാം. അങ്ങനെ നിങ്ങൾക്ക് പറയണ്ട. ഇനിയിപ്പോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരോടും കൂടെ പറഞ്ഞേക്കും, ടോപ്പിക് പ്രസന്റേഷൻ ഉണ്ട്, ഇന്നതാണ് ടോപ്പിക് എന്നൊക്കെ അവരോടും പറയും. ഇനി അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ കുറെ പേര് പറയും, മിസ് ഞാൻ ക്ലാസ്സിൽ ഉണ്ടായില്ല. കേൾക്കാൻ നല്ല രസമാണ്. പണ്ടത്തെ ഓർമ്മ വരും എനിക്ക്. കാരണം ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് മുതൽ ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുന്ന പോലെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ, കറക്റ്റ് ആ ഒരു ടോണില് മലയാളം കയറി വരാണ്ട് മാക്സിമം ഇംഗ്ലീഷുകാരൊക്കെ സംസാരിക്കില്ലേ, അതുപോലെയൊക്കെ ഇത് പറയാനൊക്കെ പറ്റുമോ നോക്കൂ നിങ്ങള്. ഇമിറ്റേഷൻ ആണ്. ഇംഗ്ലീഷ് ഏതൊരു ലാംഗ്വേജും നമ്മൾ ഇമിറ്റേഷൻ ആണ് ചെയ്യുന്നത്. ഇപ്പൊ തമിഴന്മാര് അല്ലെ, തമിഴ് സംസാരിക്കുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കൊരു മലയാളം കയറി വരും. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷെ അത് അവരെ പോലെ സംസാരിക്കണമെങ്കിൽ എന്താണ്, അവരെ തന്നെ നമ്മൾ കറക്റ്റ് ഇമിറ്റേറ്റ് ചെയ്താൽ അവരെ പോലെ സംസാരിക്കാൻ പറ്റും അല്ലെ.
അതുപോലെ തന്നെ ഏതൊരു ലാംഗ്വേജ്, ഇംഗ്ലീഷ് അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഏതൊരു വേർഡ് ആണെങ്കിൽ പോലും നമ്മൾ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ നോക്കാം. പ്രൊണൗൺസിയേഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി അങ്ങോട്ട് ഒരു വേർഡ് പറയുമ്പോഴാണെങ്കിൽ പ്രൊണൗൺസിയേഷൻ നോക്കിയിട്ട് വേണം സംസാരിക്കാൻ. ഓക്കെ, ഞാൻ ഒരു വേർഡ് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടേ, അതൊന്ന് പറഞ്ഞേ കേൾക്കട്ടെ. എന്താണ് ഈ വേർഡ്? എന്താണ്? ലിച്ചി. 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 ലിച്ചി ഒരു ഫ്രൂട്ട് അല്ലേ മാം? ഓക്കെ, ലിച്ചിയാണ്. ഇനി ഈ വേർഡ് നിങ്ങളുടെ ഫോണിൽ ടൈപ്പ് ചെയ്ത് വെക്കുക. സൗകര്യം പോലെ കേൾക്കാട്ടോ. ലിച്ചി തന്നെയാണോ നോക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ ലിച്ചി അല്ലെങ്കിൽ എന്നോട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ പറയാം. ഓക്കെ ആണോ? അപ്പോ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ വിചാരിക്കുന്ന പല വേർഡും നിങ്ങൾ പറയുന്നത് വേറെ രീതിയിലാണ്. അതുകൊണ്ട് മാക്സിമം എല്ലാ വേർഡും പ്രൊണൗൺസിയേഷൻ കേട്ടിട്ട് മാത്രം ക്ലാസ്സിൽ വന്ന് പ്രസന്റ് ചെയ്യാൻ നോക്കാം. അല്ലെങ്കിൽ അങ്ങോട്ടുള്ള ലൈഫിലും അങ്ങനെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാം. ഓക്കെ, ഇറ്റ്സ് നോട്ട് ലിച്ചി, ഇറ്റ്സ് എ ലൈച്ചി. ഓക്കെ, ലിച്ചിയാണ് കേട്ടോ, ലൈച്ചിയാണ്. അതുകൊണ്ട് ഇതുപോലെ ഒരുപാട് വേർഡ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. നമ്മൾ പറയുന്നതും അതിന്റെ ഒറിജിനൽ പ്രൊണൗൺസിയേഷനും രണ്ടാണ്. അതുകൊണ്ട് എപ്പോഴും പ്രൊണൗൺസിയേഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. ലൈച്ചി ഏലക്ക അതിനാണോ ലൈച്ചി? അതാണോ? അത് ഏലാച്ചി അല്ലേ? അത് ഹിന്ദി വേർഡ് വരുന്നത് ലാച്ചി എന്ന് പറയുന്നത്. സോറി ഹിന്ദിയാണ്. ഞാനൊന്നും അത് കേട്ടില്ല. കാർഡമം. ഏലക്ക കാർഡമം എന്നല്ലോ. അത് പെട്ടെന്ന് ഓർമ്മ വന്നു. അതെ, സോറി. ഏലാച്ചി മലയാളം. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ബാക്കി കാര്യങ്ങള് നിങ്ങൾ എല്ലാവരും കൂടെ പറയുമ്പോൾ എനിക്കൊന്നും കേൾക്കാൻ പറ്റില്ല. അങ്ങനെയുണ്ട്, മൊത്തത്തില് ഭയങ്കര ബഹളം മാത്രമേ ഉള്ളൂ. ഒന്ന് ക്ലിയർ ആയിട്ട് കേൾക്കില്ല കേട്ടോ. കാഡമം എന്നാണോ ഏലക്കയുടെ പറയുന്നേ? ഞാൻ പറയില്ല, അതൊക്കെ നിങ്ങൾ നോക്കും. നിങ്ങളുടെ കയ്യിൽ ഫോണില്ലേ? ഇതൊക്കെ ടീച്ചറോട് ചോദിക്കുന്ന കാലൊക്കെ കഴിഞ്ഞു. എന്തോ ഓക്കെ, നമ്മൾ സ്വയം പഠിക്കണം കേട്ടോ. എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. ടീച്ചർ ആണെങ്കിൽ പോലും എനിക്ക് തെറ്റ് പറ്റാം. അപ്പൊ ഞാൻ പറയുന്ന പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആവണമെന്നില്ല. ഇത് തെറ്റിച്ചു, പിന്നെ ഒക്കെ തെറ്റിച്ചുകൂടാന്നൊക്കെ നിങ്ങൾ പിന്നെ ചോദിക്കും. അതിലെന്നാലും നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് നിങ്ങൾ പ്രൊണൗൺസ് ചെയ്യാൻ നോക്കും. ഓക്കെ, തെറ്റ് എല്ലാവർക്കും പറ്റും. അത് ടീച്ചർ ആണെങ്കിലും ഏത് ആളാണെങ്കിലും തെറ്റ് പറ്റും. സ്വയം ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴും ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ടോപ്പിക് പ്രസന്റേഷൻ ഉണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യാം, നന്നായിട്ട് പ്രസന്റ് ചെയ്യാം കേട്ടോ. മിസ്റ്റേക്ക് വരും, ഷുവറാണ്. മിസ്റ്റേക്ക് വരും എന്ന് വിചാരിച്ച് പ്രസന്റ് ചെയ്യാണ്ടിരിക്കണ്ട. ഓക്കെ, ജീവിതം മുഴുവൻ പഠിച്ചാലും തീരില്ലല്ലേ മാം? എന്തോ ജീവിതം മൊത്തത്തിൽ പഠിച്ചാലും തീരില്ലല്ലേ മാം? പിന്നെ ഒരിക്കലും നമ്മൾ പഠിക്കല് തീരുന്നില്ല. മരണം വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. അതെന്താണെങ്കിലും അനുഭവം കൊണ്ട് എല്ലാവരും ഇങ്ങനെയാണ് കേട്ടോ. ലൈഫ് അങ്ങനെയല്ലേ. ഓക്കെ, അപ്പോ അടുത്ത ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും എല്ലാവർക്കും. പിന്നെന്താണ്, നെക്സ്റ്റ് നാളെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ആഡ്വർബിന് മോക്ക് ടെസ്റ്റ് ഉണ്ടാകും, അറ്റൻഡ് ചെയ്യാം. അത്രയ്ക്കുള്ളൂ. ഇനി സൈൻ ഔട്ട് പറയൂ. Good morning, everyone. Today, Ashwati, is going to tell the sign out. A day without prayer is a day without blessing. Thank you, Jasmine, for prayer. Sign in by Femida was wonderful. Thank you, Femida. The positive thought in the morning can change entire day. Thank you, Afila, for positive thought. Thank you, ma'am, for the wonderful class. We learned so many new things such as adverbs, adverb phrase, adverb clause, and discuss about the importance of tenses, prepositions in the sentence. And ma'am has given the topic of self-confidence next class. Your guidance has shaped our education. We are truly grateful to be your students. Once again, thank you, ma'am. Thank you so much and have a great day. Okay, so thank you all. See you on the next class. Okay, bye. Thank you, ma'am. Thank you, ma'am.